അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരൻ മരിച്ചു. ഫറൂഖ് സ്വദേശി മൃദുലാണ് മരിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രാത്രി 11:24 മൃദുൽ മരിച്ചത്. ഇതോടെ മസ്തിഷ്ക ജ്വരം ബാധിച്ച് അടുത്തിടെ സംസ്ഥാനത്ത് മരിച്ച കുട്ടികളുടെ എണ്ണം 3 ആയി. രാമനാട്ടുകര ഫറൂഖ് കോളേജിന് സമീപം ഇരുമൂളിപ്പറമ്പ് കൗസ്തുഭത്തിൽ അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകൻ ഇ.പി. മൃദുൽ എന്ന 14 വയസ്സുകാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ രാത്രി 11:30 മണിയോടെയാണ് മൃദുലിന്റെ മരണം സംഭവിച്ചത്. ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ദിവസങ്ങളോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഫറൂഖ് കോളേജ് പരിസരത്തെ അച്ചംകുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിയിൽ രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. ഫറൂഖ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മൃദുലിന്റെ മരണത്തോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അടുത്തിടെയായി മരിച്ച കുട്ടികളുടെ എണ്ണം 3 ആയി. കണ്ണൂർ മലപ്പുറം സ്വദേശികളാണ് നേരത്തെ മരിച്ചത്. കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബു ധന്യ ദമ്പതികളുടെ മകൾ വി ദക്ഷിണ എന്ന 13-കാരി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂൺ 12-നാണ് മരണപ്പെട്ടത്. ജനുവരിയിൽ സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു. ഇതാണ് രോഗബാധയ്ക്ക് കാരണമായതെന്നാണ് സംശയിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മെയ് 20-നാണ് മലപ്പുറം മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി പടിഞ്ഞാറെ പീടിയക്കൽ ഹസൻകുട്ടി ഫസ്ന ദമ്പതികളുടെ മകൾ ഫദ്വ എന്ന 5 വയസ്സുകാരി മരണപ്പെട്ടത്. വീടിനടുത്തുള്ള കടലുണ്ടിപ്പുഴയിലെ പാറക്കൽ കടവിൽ കുളിച്ച ഫദ്വയ്ക്ക് പനിയും തലവേദനയും പിടിപെടുകയായിരുന്നു. ഒരാഴ്ചത്തെ ചികിത്സക്കൊടുവിൽ ഫദ്വ മരണത്തിന് കീഴടങ്ങി. നെഗ്ലേരിയ ഫൗലേറി എന്നറിയപ്പെടുന്ന അമീബയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമേ ഇത്തരം അമീബ ഉണ്ടാകാൻ സാധ്യത ഉള്ളൂ. മൂക്ക് വഴിയാണ് ഫൗലേറി അമീബ തലച്ചോറിലെത്തുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുമ്പോഴോ മറ്റോ അങ്ങനെ സംഭവിക്കാം. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓൾഫാക്ടറി നാഡി വഴിയാണ് മൂക്കിൽ നിന്ന് ഈ അണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുക. അണുക്കൾ നേരിട്ട് മസ്തിഷ്കത്തെയും അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമായ മെനിജസിനെയും ബാധിക്കും. സാധാരണഗതിയിൽ അണുക്കൾ തലച്ചോറ് പ്രവേശിച്ചാൽ 5 മുതൽ 7 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. കടുത്ത പനി, തലവേദന, ഛർദി, മയക്കം, അപസ്മാരം, തളർച്ച എന്നിവയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. തലച്ചോറിലെ കോശങ്ങളെ അമീബ തിന്നു നശിപ്പിക്കുന്നതിലൂടെ വരുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന മസ്തിഷ്ക ജ്വരം അതിമാരകമാണ്. 10,000-ൽ ഒരാൾക്ക് പിടിപെട്ടാക്കാവുന്ന ഈ അപൂർവ രോഗം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത 3% മാത്രമാണ്. മൃദുലിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.